لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. لبيك حجا حقا تعبدا ورقا، لبيك مرهوبا ومرغوبا إليك، لبيك ذا النعماء والفضل الحسن، لبيك وسعديك والخير بيديك، والرغباء إليك والعمل، لبيك ذا المعارج، لبيك ذا الفواضل، لبيك إله الحق لبيك، لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور، ثم الذين كفروا بربهم يعدلون. هو الذي خلقكم من طين ثم قضى أجلا، وأجل مسمى عنده ثم أنتم تمترون. وهو الله في السماوات وفي الأرض، يعلم سركم وجهركم ويعلم ما تكسبون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. فقد كذبوا بالحق لما جاءهم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين.
ഈ മഹാസമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ മുസ്തഫ സാഹിബ് അവർകളെ, വേദിയിലെ എൻ്റെ സഹപ്രവർത്തകൻ മൻസൂർ, ഈ രക്തസാക്ഷി സ്ക്വയറിൽ കുത്തുപറമ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ സ്ക്വയറിൽ ശാന്തി തേടുന്ന മനുഷ്യ സമൂഹം എന്ന വിഷയം കേൾക്കാൻ വളരെ നേരത്തെ തന്നെ വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഉച്ചഭാഷണിയുടെ ശബ്ദം കേൾക്കുന്ന വ്യത്യസ്ത ദിക്കുകളിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അഭിതേകാംക്ഷികളായിട്ടുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശാന്തി തേടുന്ന മനുഷ്യലോകം എന്ന വിഷയത്തിലാണ് ഇവിടെ ഞാൻ വിഷയം അവതരിപ്പിക്കുന്നതും നിങ്ങളുമായി സംവദിക്കുന്നതും. ആദിമ മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യൻ ആവിർഭവിച്ച കാലഘട്ടം മുതൽ സമാധാനവും ഉണ്ടായിട്ടുണ്ട്, അസമാധാനവും ഉണ്ടായിട്ടുണ്ട്. ആദമിൻ്റെ 2 മക്കളിൽ ഒരാളെ കൊന്നുകൊണ്ടാണ് ചരിത്രത്തിലെ ആദ്യത്തെ അശാന്തി വിളിച്ചു വരുത്തിയത് എന്ന് ഖുർആൻ മാനവരാശിയെ പഠിപ്പിക്കുകയാണ്. അന്ന് മുതൽ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ മനുഷ്യർ ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ശാന്തിക്ക് വേണ്ടിയുള്ള ദാഹവും സമാധാനത്തിന് വേണ്ടിയുള്ള അന്വേഷണവും ലോകത്തുണ്ടായിട്ടുണ്ട്. ശാന്തി തേടുന്ന മനുഷ്യ സമൂഹം എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ വിശാലമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടല്ലാതെ ഈ വിഷയം സംസാരിക്കാൻ നമുക്ക് സാധ്യമല്ല. എനിക്ക് നിങ്ങളോടൊക്കെ മുൻവിധികളുടെ തടവറകളിൽ നിന്ന് മോചിതമായി അറിയണം, മനസ്സിലാക്കണം എന്ന നിലയിൽ ഈ വിഷയത്തെ കേൾക്കണമെന്നാണ് എല്ലാവരും. മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയാതെ പോയ ആളുകളോടും മുജാഹിദ് എന്ന് പറയുന്ന ഈ പ്രസംഗിക്കുന്ന എന്നെ അടുത്തറിയാതെ പോയവരും ഒക്കെ ഉണ്ടാവും. വ്യക്തിപരമായി എന്നോട് വിരോധമുള്ള ആളുകളും ഒരുപക്ഷെ മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശയപരമായി സത്യസന്ധമായ ഒരു വിലയിരുത്തൽ, നമുക്കൊക്കെ സമാധാനമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിലൊക്കെ ശാന്തി കളിയാടി നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണം. പ്രിയങ്കരായ സഹോദരങ്ങളെ, ശാന്തി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സമാധാനം ഉണ്ടാകണമെങ്കിൽ, ശാന്തി ഉണ്ടാകണമെങ്കിൽ എന്തൊരു വിജ്ഞാനമായിരിക്കണം മനുഷ്യനുണ്ടാകേണ്ടത്. ഞാൻ എന്തു സ്വീകരിച്ചാലാണ് എനിക്കെൻ്റെ ഭാര്യയുമായി സമാധാനപൂർണമായി ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കുക? സാധാരണ മദ്യപിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്തിനാ സഹോദര ഇങ്ങനെ മദ്യപിക്കുന്നത്? ഒന്നുമില്ല, കുടുംബത്തിലൊന്നും ഒരു സമാധാനവും ഇല്ലേ, ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ല. എന്തിനാ മയക്കുമരുന്നിന് വിധേയമാകുന്നത്? ശാന്തി തേടിയാണ് മയക്കുമരുന്നിൽ മനുഷ്യരെത്തിയത്. മയക്കുമരുന്ന് സമാധാനം തരും, മദ്യപാനം സമാധാനം തരും. മദ്യപിച്ചില്ലെങ്കിൽ ഒരുതരം അസ്വസ്ഥത, ശരീരത്തിനൊരു വിറയൽ, മനസ്സ് തുടിക്കുകയാണ് വിദേശ മദ്യഷാപ്പിന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കാൻ, അല്ലേ? മദ്യപിക്കുന്ന ആളുകൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവും. റോഡരികിലും പരിസരങ്ങളിലുമൊക്കെ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകളോട് യഥാർത്ഥത്തിൽ ശാന്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത മദ്യപാനം നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി നൽകിയോ? മയക്കുമരുന്ന്
നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി നൽകിയോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യ ദൈവങ്ങളിൽ മനുഷ്യർ അഭയം പ്രാപിക്കുന്നത് എപ്പോഴാണ്? സമാധാനം തേടിയാണ്, ശാന്തി തേടിയാണ്. എത്ര പേർക്ക് സമാധാനം കിട്ടി? ദൈവേതര ശക്തികളെ ആരാധിക്കുന്നവരൊക്കെയും അവരെ ആരാധിക്കുന്നത് സമാധാനം കിട്ടാനാണ്, ശാന്തി കിട്ടാനാണ്. സമാധാനമുണ്ടായോ? അടിസ്ഥാനപരമായി മനുഷ്യർക്കിടയിൽ സമാധാനം ഉണ്ടായോ? ഹിന്ദുവിന്റെ ഒരു ക്ഷേത്രം മുസ്ലിമിന്റെ ഉറക്കം കെടുത്തിയാൽ സമാധാനമായോ? ഒരു പള്ളി വരെയാണ് ഒരു സ്ഥലത്ത് ബാങ്കുലി മുഴങ്ങുന്ന പരിശുദ്ധമായ ഒരു മസ്ജിദ് ഒരു ഭാഗത്ത് വരുമ്പോ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഉറക്കു പോവുകയാണ്. എന്തേ കാരണം? ആരാധനാലയം ശാന്തിയുടെ കേന്ദ്രമാണ് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ? കേരളത്തിന്റെ മണ്ണിലുണ്ടോ? പക്ഷേ ഒരു മസ്ജിദ് ഉയരുമ്പോൾ ആർക്കൊക്കെയോ അസമാധാനം ഉണ്ടാകുന്നു. എന്തേ അങ്ങനെ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ മാനവികമായ കാഴ്ചപ്പാടുകളെ ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ നായകന്മാർ അവതരിപ്പിച്ചത് എങ്ങനെയാണ്? സ്വാമി വിവേകാനന്ദനെ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് നാം. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിന് പങ്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ വാക്യം, ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങൾ, ലോകദർശനങ്ങൾ, വിവിധ തത്വശാസ്ത്രങ്ങൾ ഒന്നിച്ചു മേളിച്ച, കൊണ്ടും കൊടുത്തും ജീവിച്ച, ഗവൺടേക്ക് പോളിസി സ്വീകരിച്ച ഒരു രാജ്യത്തിന്റെ മണ്ണിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. വിവേകാനന്ദന്റെ വാക്കുകൾ അമേരിക്കയിലെ ജനത വളരെ ശക്തമായി കേൾക്കുകയായി. നമ്മുടെ നാടെന്താണ്? നമ്മൾ മറന്നു പോവുകയാണ് പലപ്പോഴും. പലതിനോടും നമുക്ക് വെറുപ്പാണ്, പലരോടും നമുക്ക് വെറുപ്പാണ്, പല ചിഹ്നങ്ങളോടും നമുക്ക് വെറുപ്പാണ്. കാരണം നമുക്കത് എന്താണെന്ന് അറിയില്ല, നാം അത് പഠിച്ചില്ല, നാം അത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ ഗൗരവമായി എനിക്ക് പറയാൻ, നിങ്ങൾ കേൾക്ക്, നിങ്ങൾ കേട്ടിട്ട് ഈ പ്രദേശത്ത് ഈ സ്റ്റേജിൽ പല പ്രസംഗിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആ പ്രസംഗങ്ങളെല്ലാം കൂത്തുപറമ്പിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ വളരെ സഹിഷ്ണുതയോടെ കേട്ടിട്ടുണ്ട്, വളരെ സാഹോദര്യത്തോടെ കേട്ടിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ ആലോചിച്ചേ, ഒരു ഹിന്ദുവിന്റെ കുടുംബം എന്നെടുത്ത് പരിശോധിച്ചേ, ഒരു മുസ്ലിമിന്റെ കുടുംബം എടുത്ത് പരിശോധിച്ചേ, ഏതെങ്കിലും ഒരു നിലയിൽ സമാധാനവും അസമാധാനവും ഉണ്ടാകുന്ന സമ്മിശ്രമായ ഒരവസ്ഥാവിശേഷം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അവനവന്റെ കുടുംബത്തിൽ സമാധാനമില്ലായികയാണ്. അല്ലേ? തന്റെ മകളെ കുറിച്ച് അസമാധാനം. ആലോചിച്ചേ, +2 പങ്കെടുത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകൾ നാളെ എന്തായിത്തീരും? അവളുടെ മൊബൈലിലെ ബന്ധങ്ങൾ ആരുമായിട്ടാണ്? എവിടെ നോക്കിയാലും എന്റെ ഭാര്യ എന്നെ ചതിക്കുമോ? ഗൾഫുകാരന്റെ മനസ്സിൽ അസമാധാനമാണ്, എവിടെ നോക്കിയാലും അസമാധാനമാണ്. എങ്ങനെ എന്റെ പെൺകുട്ടികളെ വളർത്തും? അവർക്ക് സ്ത്രീധനം കൊടുത്ത് ഞാൻ അവരെ എങ്ങനെ കെട്ടിക്കും? എനിക്ക് ദൈവം തന്ന 4 പെൺകുട്ടികളെ ഞാൻ എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കും? എവിടെ നോക്കിയാലും മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, അസമാധാനം, ഇതില്ലായ്മ ചെയ്യാൻ എന്താണ്? അതാണല്ലോ ഈ വിഷയത്തിൽ നിന്ന് കിട്ടേണ്ടത്. ഈ വിഷയാവതരണത്തിൽ നിന്ന് ഈ സ്ക്വയറിന്റെ ചുറ്റുവട്ടങ്ങളിൽ നിൽക്കുന്ന കൂത്തുപറമ്പിന്റെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഈ പ്രദേശത്തുകാർക്ക് കിട്ടേണ്ടത് എന്താണ്? ഇതൊരു രക്തസാക്ഷി മണ്ഡപമാണ്. ഏത് ദർശനത്തിന് വേണ്ടിയാണെങ്കിലും മരിച്ചു എന്ന് പറയുന്ന കുറെ ആളുകൾ ജീവൻ പൊലിച്ച് അതിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു മണ്ഡപത്തിലാണ്, അതിന്റെ ചുറ്റുവട്ടത്താണ് ഞാനും നിങ്ങളും ഉള്ളത്, അല്ലേ? ആ 5 രക്തസാക്ഷികളുടെ കുടുംബത്തിന്റെ അവരുടെ വിയോഗത്തിന് ശേഷമുള്ള അസ്വസ്ഥതകളെ കുറിച്ച് ഒരുപക്ഷെ അതിന്റെ പാർട്ടിക്കാൽ പോലും ഗൗരവമായി ഓർത്തിട്ടുണ്ടാവില്ല. ഓർത്തിട്ടില്ലെന്നല്ല പറയുന്നത്, ഗൗരവമായി ഓർത്തിട്ടുണ്ടാവില്ല. ഞാൻ എന്ന ഭർത്താവ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ വാടിക്കരിഞ്ഞിരിക്കുന്നു. എന്താ പ്രശ്നം? ഇന്നലെയും ഉണ്ടായിരുന്നു പ്രഭാഷണം, നാളെയുമുണ്ട്, കഴിഞ്ഞ ദിവസവുമുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോവുകയാണല്ലേ എന്നതാണ് അവളുടെ മനസ്സിലെ ധ്വനി. അല്ലേ? അല്ലേ? എന്റെ വിയോഗം എന്റെ ഭാര്യക്ക് ദുഃഖമാവില്ലേ? സഹോദരങ്ങളെ,
എന്റെ ഉമ്മാക്ക് ദുഃഖമാവില്ലേ? എന്റെ 4 പെൺകുട്ടികൾ വാവിട്ട് കരയില്ലേ? എന്നെ നിങ്ങൾ വെട്ടി നുറുക്കിയാൽ ഇല്ലേ? ഏതൊരു മനുഷ്യന്റെ കൊലയും ആ മനുഷ്യന്റെ കുടുംബങ്ങളെ കണ്ണുനീരിലായിട്ടില്ലേ? ഇല്ലേ? ഇല്ലേ? ശാന്തമായൊന്ന് ആലോചിച്ച്, ഒരു പുഷ്പത്തിന്റെ ഏതള് പറിക്കുമ്പോൾ പോലും അത്ര ലാഘവത്തോടെ മനുഷ്യന്റെ കഴുത്തറുത്തെടുക്കുന്ന വല്ലാത്ത അല്ലെ, പാടത്തിറങ്ങി നെൽക്കതിരുകൾ കൊഴിഞ്ഞെടുക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്റെ തലയറിയുന്നവരോട്, ബോംബ് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിൽ നിക്ഷേപിച്ചവരോട്, ബോംബ് കൊണ്ടുപോയി ട്രെയിനിൽ നിക്ഷേപിച്ചവരോട്, പെട്രോൾ ഒഴിച്ച് ട്രെയിൻ തീക്കൊളുത്തിയവരോട്, ഭൗതിക ലോകത്തിന്റെ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ഹോമിച്ചവരോട് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ നേടിയ സമാധാനം എന്താണ്? ഇന്ന് രാത്രി ഏകാന്തമായി വീടിന്റെ മട്ടുപ്പാവിൽ അർദ്ധചന്ദ്രന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി മട്ടുപ്പാവിൽ ഒറ്റക്ക് മലർന്നു കിടന്ന് ഒന്ന് ആലോചിച്ചേ. ഞാൻ എന്റെ കുടുംബത്തിൽ ജനിച്ചിട്ട് എനിക്ക് 39 വയസ്സ് തികയുകയാണ്. ഈ 39 വയസ്സിനിടയിൽ ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെട്ടോ? എന്റെ ഭാര്യയ്ക്ക് ഉപകാരപ്പെട്ടോ? എന്റെ നാട്ടുകാർക്ക് ഉപകാരപ്പെട്ടോ? എന്റെ ജ്യേഷ്ഠാനുജന്മാർക്കും പെങ്ങൾക്കും ഞാൻ ഉപകാരപ്പെട്ടോ? എന്റെ അയൽവാസിയായ എന്റെ പ്രിയപ്പെട്ട ബാലേട്ടനും ബാബുവേട്ടനും ശശിക്കും ഞാൻ ഉപകാരപ്പെട്ടോ? ശിവാനന്ദനും ഞാൻ ഉപകാരപ്പെട്ടോ? പ്രായം ചെന്ന കല്യാണി അമ്മയും സരസമ്മയും എന്റെ വീട്ടിൽ കയറി വന്ന് ആവശ്യങ്ങൾ ചോദിച്ചപ്പോ മനസ്സറിഞ്ഞ് എന്റെ ഉമ്മയുടെ സ്ഥാനത്ത് അവരെ സങ്കല്പിച്ച് എനിക്കത് കൊടുക്കാൻ സാധിച്ചു. എന്തൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് മനുഷ്യൻ. ജന്തുലോകത്തിൽ നിന്ന് വിഭിന്നമായി മനുഷ്യകുലത്തിന് എന്തെല്ലാം ആലോചിക്കാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഓരോ യാത്രകളിൽ എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിദേശ മദ്യഷാപ്പുകളുടെയും ചാരായ ഷാപ്പുകളിലെയും നമ്മുടെ മലയാളികളുടെ ഒരു തിരക്ക്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും പാർട്ടിക്കാരനും മതമില്ലാത്തവനും ഒക്കെ ഉണ്ട് ആ വിദേശ മദ്യത്തിന്റെ മുമ്പിൽ. ഞാൻ ഓർക്കുകയായിരുന്നു, അതിലൊരാൾ ഒരുപക്ഷെ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ മാതാവിന്റെ മകനായിരിക്കാം ആ ക്യൂ നിൽക്കുന്നത്. കള്ളുകുടിച്ച് വീട്ടിലേക്ക് ഓടിക്കയറി വന്ന് ബോധമില്ലാതെ കിടക്കുന്നിടത്ത് അമ്മ അറ്റാക്കായി ബെഡിൽ കിടന്ന് വേദന കൊണ്ട് പുളയുകയാണ്. മകനതറിഞ്ഞില്ല. മോനെ എന്ന് ജീവൻ നൽകിയ ആ ഗർഭപാത്രത്തിൽ നൊന്ത് പ്രസവിച്ച മോനെ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നിനക്ക് വേണ്ടി കണ്ണീരൊഴിച്ച, ഇന്നിതാ വാർദ്ധക്യത്തിലെത്തിയ നിന്റെ അമ്മ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്ന നിന്റെ അരികിൽ വന്ന് മോനെ എഴുന്നേൽക്ക്, നിന്റെ അമ്മയ്ക്ക് സുഖമില്ല മോനെ എന്ന് പറയുമ്പോ അത് കേൾക്കാനാവാതെ കള്ളിന്റെ ഹാങ് ഓവറിൽ ബോധം കെട്ട് കിടക്കുന്ന മക്കളെ, നമ്മുടെ അമ്മമാരോട് നമുക്ക് കടപ്പാടുകളില്ലേ? നമ്മുടെ നാടുകളോട് നമുക്ക് കടപ്പാടുകളില്ലേ? ഇല്ലേ? നിന്റെ ദൈവം, ലോകത്തിന്റെ സിട്ടാവ് നിന്നോട് വസിയത്ത് ചെയ്യുകയാണ്. എന്താ വസിയത്ത്? നിന്റെ മാതാവ്, നിന്റെ അമ്മ, നിന്റെ മദർ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചിട്ടാ നിന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് മാതാവിനോട് ചേ എന്ന് പറയല്ലേ, പിതാവിനോട് ചേ എന്ന് പറയല്ലേ. അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം, സമാധാനത്തിന്റെ ഒരു കുടുംബാന്തരീക്ഷം അല്ലേ ഏതൊരു മുജാഹിദ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ്. മുജാഹിദുകളിൽ നിന്ന് അവരുടെ മക്കൾ അനുഭവിക്കുന്ന എല്ലാ സൗഖ്യവും ലോകത്തുള്ള എല്ലാ മക്കളിൽ നിന്നും ഉണ്ടാകണം, മനുഷ്യരിൽ നിന്നുണ്ടാകണം. മദ്യപിക്കാത്ത ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുത്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അവരെ പോലെയാകണം എല്ലാവരും എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശാന്തി തേടുന്ന മനുഷ്യലോകമെന്ന ഈ വിഷയാവതരണം നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ജാതിയും മതവുമില്ലാതെ കൃത്യമായ ദൈവീക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരു നാടാണ് കൂത്തുപറമ്പ് അല്ലേ? BJP-ക്കാരുള്ള ഒരു നാടാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുള്ള ഒരു നാടാണ്, കോൺഗ്രസും SDPI-യും എല്ലാ ഒരു പക്ഷേ ഇതുള്ളും എല്ലാവരും ഒന്ന് സ്വയം ആലോചിച്ചേ, എല്ലാവരെ കുറിച്ചും ആലോചിച്ചേ. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും തന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി ചോദിച്ചേ, ഞാനെന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ലോകത്തിന് സൗഖ്യമായിരുന്നോ? ലോകത്തിന് സമാധാനമായിരുന്നോ? എന്റെ അനുയായികൾക്കും എന്റെ നാട്ടുകാർക്കും ഇനി പാർട്ടി ഏതായാലും അവനൊക്കെ എന്നിൽ നിന്ന് നന്മയാണോ കിട്ടിയത്? അല്ല, ഞാനവന്റെ നശീകരണത്തിന്റെ ഘാതകനായിരുന്നുവോ എന്നൊരു ചിന്തിച്ച് ഏതൊരു കോൺഗ്രസ്സുകാരനും ഞാൻ ഈ നാടിന് ഉപകാരപ്പെട്ടവനായിരുന്നുവോ?
പരിശോധിക്കപ്പെടേണ്ടതാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ഊടിയിട്ടിറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വൈകാരികതക്കപ്പുറത്ത് നമുക്ക് ഓർക്കാനില്ലേ? ഇല്ലേ? ഉണ്ട് ഉണ്ട് എന്നാ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. വെറുത്തിട്ടല്ല, ഇത് സ്നേഹിച്ചിട്ടാണ്. അതെ, അങ്ങേയറ്റത്തെ സ്നേഹമാണ് ഇത് പറയാൻ മുജാഹിദുകളെ പ്രേരിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവില്ല. നാളെ നിങ്ങൾ നോക്ക്, റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ലാത്തൊരു പ്രസ്ഥാനം. ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ഉത്സവമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സംഗീത കച്ചേരി മുജാഹിദുകൾക്കുണ്ടോ? ഇല്ല. ഒരു ചെണ്ട മുട്ടി ആളുകൾക്ക് ഒരു നിമിഷം. ഞങ്ങൾ ആകെ ചെയ്യുന്ന ഒരു ഏർപ്പാടെന്താ? മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസംഗിക്കും, അല്ലേ? അതുപോലും സഹിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നേരെ മറിച്ച് ക്ഷേത്രോത്സവങ്ങൾ, അതുപോലെ മുസ്ലിങ്ങൾ നടത്തുന്ന പള്ളിയിലെ പിന്നെ നേർച്ചകൾ, ക്രിസ്ത്യാനികൾ നടത്തുന്ന ചർച്ചിലെ ഉത്സവങ്ങൾ ദിവസങ്ങളോളം, മാസങ്ങളോളം, മണിക്കൂറുകളോളം, അല്ലേ? ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 4:30 തുടങ്ങുന്നു സംഗീതം, എത്രയോ മണിക്കൂറുകൾ. പക്ഷേ 2 മിനിറ്റ് ബാങ്ക്, അത് ചിലപ്പോൾ സഹിക്കില്ല. എന്തേ നമ്മുടെ മനസ്സങ്ങനെ? എന്തേ നമ്മൾ അങ്ങനെ മാറിപ്പോയത്? എന്തേ അങ്ങനെ നമുക്ക് സംഭവിക്കുന്നത്? നല്ല കാര്യങ്ങൾ സഹിക്കാൻ വയ്യ നമുക്ക്. ഞാൻ ഇന്നലെ കോഴിക്കോട് പട്ടണത്തോട് ചേർന്ന് മാങ്കാവിലായിരുന്നു എന്റെ പ്രസംഗം. അവിടുത്തെ AP സുന്നികളും EK സുന്നികളും രാവിലെ മുതൽ പോലീസ് സ്റ്റേഷനിലാണ്. എന്തിനാ ഈ പരിപാടി നടക്കരുത്? കാരണം ഈ നാട്ടിൽ കള്ളു കുടിക്കുന്നവർ കുടിച്ചുകൊണ്ട് എന്നെ ഇരിക്കണം, ഈ നാട്ടിൽ പിച്ചാത്തി എന്തുപോലെ ഏന്തിക്കൊണ്ട് എന്നെ നിൽക്കണം. ഈ നാട്ടിൽ ശാന്തി ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. മുജാഹിദുകൾ വന്ന് പ്രസംഗിച്ചാൽ കുറച്ചാൾ നന്നാവും, അത് തടുക്കണം സാർ എന്ന് AP സുന്നികൾ. അതിന്റെ ഭാഷ അതാണ്. ഞാൻ നേർക്കുനേരെ പറയണം, ഹൃദയത്തിന്റെ ഭാഷ സംസാരിക്കുക, തൊള്ളോണ്ടല്ല, ഹൃദയം കൊണ്ട്. മനുഷ്യന്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുക. അല്ലാതെ എന്തിനാ അവർ പോയത്? എന്തിനാ അവിടെ അവർ പോയത്? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇസ്ലാം ശാന്തിയുടെ മതം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് നിർത്തണം സർ, ഇവിടെ വർഗീയ കലാപം നടക്കണം. ആ ഞങ്ങൾക്ക് ഇഷ്ടം. AP സുന്നികൾ, EK സുന്നികൾ, നിങ്ങൾക്ക് എന്ത് പറ്റി ചെറുപ്പക്കാരെ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? മുജാഹിദ് പ്രസംഗിച്ച നാട്ടിലൊരു നഷ്ടമില്ല. നിങ്ങൾക്കുണ്ട്, പുരോഹിതന്മാർക്ക്, പാവപ്പെട്ടവരെ വഞ്ചിച്ച് കുംഭ വീർപ്പിക്കുന്നവർക്ക്. വേറെ ആർക്കാ നഷ്ടം? ലാഭമാണ്, ലാഭം, മനുഷ്യന് നന്മ. ചോദിച്ചു നോക്കേ, ഈ ഇരിക്കുന്ന പലരും ഇന്നലകളിൽ ആരായിരുന്നു? ചോദിച്ചു നോക്ക്, അവരാരായിരുന്നു എന്ന് ചോദിച്ചു നോക്ക്. മുജാഹിദുകളുടെ കൂട്ടത്തിൽ കൂടിയ യുവത്വം അവരാരായിരുന്നു ഇന്നലകളിൽ? നിങ്ങൾ പരിശോധിക്കുക. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾക്ക് ആർക്കും എതിരല്ല, അല്ല, ഒരിക്കലുമല്ല. മുജാഹിദ് പ്രസ്ഥാനം ആരെയും ഭിന്നിപ്പിച്ചിട്ടില്ല. ഭിന്നിച്ചവരെ ഒന്നിപ്പിച്ച് മുജാഹിദ് പ്രസ്ഥാനം. പിന്നെ ഈ ഐക്യം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായി. അപ്പൊ ഭീമാപള്ളി ഒരു ഉദാഹരണ, തുടക്കത്തിൽ തന്നെ ഭീമാപള്ളിയിൽ മുജാഹിദുകൾ ഐക്യം തകർത്തു എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് 27 കുടുംബങ്ങളെ ഊരുവിലക്കി അവിടുത്തെ AP സുന്നികൾ, ഭീമാപള്ളി കമ്മിറ്റി. അപ്പൊ പോലീസും ഡിപ്പാർട്ട്മെന്റും നാട്ടുകാരൊക്കെ ചോദിച്ചു, ഒരു ഭിന്നിപ്പുണ്ടാക്കി നിങ്ങൾ പറയണ്ടല്ലോ, എന്താ വരെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞത്, ആ നാട്ടുകാർ പറഞ്ഞ ഭാഷ ഞാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കള്ളു കുടിച്ചുകൊണ്ട് ജീവിക്കുന്നു, ആർക്കും അതിനോട് എതിരെ അഭിപ്രായമില്ല. ഇവര് വന്നിട്ട് കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ബാപ്പയും മോനും തെറ്റി. ബാപ്പ മൂക്കറ്റം കുടിക്കുന്നതായിരുന്നു, മോനും അല്പം. അപ്പൊ മകൻ പറഞ്ഞു, ഇനി ഞാൻ കുടിക്കൂല. അപ്പം ബാപ്പയും മോനും തെറ്റി. ഇതാ സാർ അവരുണ്ടാക്കിയ ഭിന്നിപ്പ്. ആഹാ, ഒന്ന് എണീറ്റേ സർ. ഞങ്ങൾ ഭീമാപള്ളിയിലായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്സ് കേസറ്റ് വിറ്റിരുന്നത്. ആണും പെണ്ണും ഉടുതുണി ഉരിഞ്ഞ് കെട്ടിപ്പിടിക്കുന്നത് ഞങ്ങളായിരുന്നു ഏറ്റവും വിറ്റിരുന്നത്. അത് ചെയ്യരുത് എന്ന് മുജാഹിദുകൾ പ്രസംഗിച്ചു. അപ്പൊ ബാപ്പയും മോനും ഒന്നിച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോ ബാപ്പ പറഞ്ഞു, മോനെ എനിക്ക് ചെയ്തോ, ഞാൻ ചെയ്യൂല. അങ്ങനെ ബാപ്പയും മോനും തെറ്റി. ഇതാ സാർ അവരുണ്ടാക്കുന്ന ഭിന്നിപ്പ്. പോലീസുകാരൻ എണീക്ക്. ഇതാപ്പം മുജാഹിദുകൾ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ് എങ്കിലും ഞങ്ങൾ മുജാഹിദുകളോടൊപ്പമാണ്. ആ ഭിന്നിപ്പ് അവരെന്നും ഉണ്ടാക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മനസ്സിലായില്ലേ? എന്നെ വിഷയം മുജാഹിദുകൾ ഉണ്ടാക്കുന്ന ഭിന്നിപ്പതാണ്. അതായത് ഒരു നാട്ടില് ദൈവത്തെ മറന്ന് ദൈവത്തിന്റെ അടിമകളെ ആരാധിക്കുന്നതിൽ എല്ലാവരും ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് വായു തരുന്നതാരാ? അല്ലാഹു. വെള്ളം തരുന്നതാരാ? അല്ലാഹു. നിങ്ങൾക്ക് എല്ലാം നൽകിയതാരാ? അല്ലാഹു. അപ്പൊ അവനെയല്ലേ ആരാധിക്കണ്ടേ? ആ ചോദ്യം കേട്ടപ്പോ ബുദ്ധിയുള്ളവർക്കൊക്കെ തെളിഞ്ഞ്, ശരിയാണല്ലോ, മൊയ്തീൻ ശൈഖ് ഒരു വെള്ളവും തന്നിട്ടില്ല, വറ്റും തന്നിട്ടില്ല. ഇല്ല സായിബാബ ഒന്നും തന്നിട്ടില്ല. ഇല്ല, എല്ലാവർക്കും അറിയാം. സായിബാബക്ക് എന്തൊക്കെ പഠിച്ചോൻ കൊടുത്തു അതൊക്കെ നമുക്കും തന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ ചിന്തിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെടണം മനുഷ്യരോട്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ശാന്തി തേടുന്ന മനുഷ്യലോകം എന്ന വിഷയത്തിലൂടെ
കേരള ജനതയെ ഞങ്ങൾ അറിയിക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. എന്റെ പ്രസംഗം തുടക്കം മുതൽ ഒടുക്കം വരെ ശാന്തമായി കേട്ടോ. ഇന്ന് പിരിഞ്ഞു പോകുമ്പോ നിന്റെ നെഞ്ചകത്തൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണല്ലേ. അപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ. ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. അവിടെ ആരോടുമല്ല, ആർക്കെതിരുമല്ല, ആർക്കനുകൂലവുമല്ല. തിന്മയെ അതാണ് ഞങ്ങൾ കാണുന്നത്. തിന്മയെ തിന്മയായി കാണുക. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ മുസ്ലിയാക്കന്മാരുണ്ട്. ഇപ്പൊ എന്റെ കൂടെ വന്നതൊരു മുസ്ലിയാരാണ്. അയാൾ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുവാണ്. ഇന്ന് ഞാനും അയാൾ ഒന്നിച്ചിരുന്നാ വന്ന് വർത്തമാനം പറഞ്ഞ് സ്നേഹിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച്. എന്തേ അയാളോട് എനിക്ക് വിരോധമുണ്ടോ? അയാൾ അന്ന് പിഴച്ച വിശ്വാസം വെച്ച് പുലർത്തിയപ്പോൾ നമ്മൾ അതിനെതിരെ പ്രസംഗിച്ചു. മൂപ്പർക്ക് മനസ്സിലായി അള്ളാഹു അയാളെ കഴിച്ചിലാക്കി. വ്യക്തി ഏത് കുടുംബത്തിൽ സമൂഹത്തിൽ നിന്നുള്ള അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ വിഷയം നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. നന്മ ആർക്കുണ്ടോ അവരാരായാലും അവരെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കും. തിന്മ ആർക്കുണ്ടോ അത് ബാപ്പാക്കാണെങ്കിൽ ഞങ്ങൾ പറയും ഗുഡ് ബൈ, നിങ്ങൾ ബാപ്പയാണ്, ചോറും ചായയും ഒക്കെ തരും. പക്ഷേ ആശയപരമായി ഞങ്ങളോട് യോജിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കഴിഞ്ഞു. ഇനി നമുക്ക് പരിശോധിക്കാം. ഇത് ഞാൻ ഇങ്ങനെ പറയാനൊരു കാരണം, ഈ കൂത്തുപറമ്പിൽ പല പ്രസംഗങ്ങളും ഈ അടുത്ത കാലത്ത് നടന്നു. സുന്നികൾ നടന്നു, പോപ്പുലർ ഫ്രണ്ടിന് നടന്നു, അതുപോലെ നമ്മളെ ശശികല ടീച്ചർ പ്രസംഗിച്ചു. പല ആളുകൾ എല്ലാവരും വികാരജീവികളായി. എന്ന് എല്ലാവരോടും ചിലത് ചോദിച്ചോട്ടെ, എന്ത് നേടി ഈ സമൂഹത്തിൽ? എന്ത് നേടി? എന്താണ് തീവ്രവാദം പ്രസംഗിച്ചത് കൊണ്ട് ഈ സമൂഹം നേടിയത്? തല്ലടാ, കൊല്ലടാ, തകർക്കടാ, തരിപ്പണമാക്കടാ, ആ പള്ളിക്ക് കല്ലെറിയടാ, ഈ ക്ഷേത്രത്തിന് കല്ലെറിയടാ എന്ന് പറഞ്ഞതുകൊണ്ട് നാം എന്ത് നേടി? അങ്ങനെ ഒരു വിലയിരുത്തൽ. ആ വിലയിരുത്തൽ നടക്കുമ്പോഴാണ് സമാധാനത്തിൽ നിന്ന് അസമാധാനത്തിലേക്കുള്ള യാത്ര നാം തുടങ്ങുകയായിരുന്നു. ശാന്തിയിൽ നിന്ന് അശാന്തിയിലേക്കുള്ള യാത്ര നാം തുടങ്ങുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ അങ്കണങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നൊരു പ്രാർത്ഥന എന്താ? ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ അത്? ദൈവമേ ഓം എന്ന് പറഞ്ഞാ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. അല്ലാഹുവേ, ഈശ്വര, പടച്ചതമ്പുരാനെ, അസദോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നീ എന്നെ എത്തിക്കണം. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീ എന്നെ എത്തിക്കണം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീ എന്നെ എത്തിക്കണം. അല്ലേ? പ്രാർത്ഥനയായിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു അത്. പിന്നെ പറയുന്നതോ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഓം ശാന്തി. ഇനിയോ ഈ ഭൂലോക ജീവിതത്തിലെ ചുരുങ്ങിയ ഒരു കാലയളവിലെ ജീവിതത്തിൽ നിന്ന് നശ്വരമായ നിതാന്തമായ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 60 കൊല്ലുള്ള ഈ ഭൂമുഖത്തെ ജീവിതമല്ല സാക്ഷാൽ ജീവിതം. മരണം ഒരു വാതിലാണ്. ആ കവാടം കടക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ഇവിടെ ജീവിച്ച 60 കൊല്ലത്തിന്റെ റിസൾട്ട് ആ മരണമാകുന്ന വാതിൽ കടന്നിട്ടാണ്. ആ ജീവിതത്തിന് വേണ്ടി ഈ ഭൂമുഖത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇത് പഠിക്കണം, ഇത് വിലയിരുത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. അതാ ശാന്തി, അതാ സമാധാനം. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്തകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ. ബൈബിളിൽ കാണാം, മാർക്കോസിൽ 32-ാം അധ്യായം, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും. ചോദിച്ചോളീൻ, അന്വേഷിക്കീൻ. യഥാർത്ഥമായ സത്യം എന്താണ്? ഞാൻ സത്യത്തിലാണോ, അർദ്ധസത്യത്തിലാണോ, പോരായ്മയിലാണോ? നമ്മളൊക്കെ എന്താണ്? ഓരോ പക്ഷക്കാരാണ്. ഞാൻ തന്നെ ശരി, ഇതിനപ്പുറത്ത് എന്ത് ശരി? അല്ലെ, ഞാൻ തന്നെ ശരി, ഇതിനപ്പുറത്ത് എന്താ ശരി? എന്നാൽ യഥാർത്ഥ ശരിയിലെത്തിയ ഒരാൾ ഇത് തന്നെ ശരി എന്ന് വിചാരിക്കുന്നുണ്ട്. തെറ്റുണ്ടോ? ഇല്ല. എന്നാൽ ശരിയിലെത്താതെ അർദ്ധസത്യത്തിലോ അല്ലെങ്കിൽ പൂർണ്ണമായ തിന്മയിലോ പെട്ടിട്ട് മനുഷ്യൻ വാദിക്കണത് ഞാൻ തന്നെ ശരി എന്ന്. ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും, ഞാൻ ശരിയായിരുന്നില്ല, എന്റെ ദർശനങ്ങൾ ശരിയായിരുന്നില്ല, എന്റെ ചിന്തകൾ ശരിയായിരുന്നില്ല എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു.
അതിനിടയിൽ രക്ഷപ്പെടണം എന്നാ എല്ലാവരോടും പറയും. ശാന്തിയുടെ കപ്പലിൽ കയറിക്കോളി, മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിൽ കയറലേ. ഒറ്റ ദിവസം കൊണ്ട് മുങ്ങിപ്പോയതാ കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ദൈവത്തെ വെല്ലുവിളിച്ചിറക്കിയ ദൈവം വിചാരിച്ച പോലും മുങ്ങൂല എന്നാ. എന്നിട്ട് എന്തേ ഉണ്ടായത്? മുങ്ങി, എടുക്കാനും തൊടാനും ഇല്ലാതെ, രക്ഷപ്പെടുത്താനാവാതെ. അല്ലേ? ദൈവത്തെ വെല്ലുവിളിക്കുന്നവർക്കൊരു പാഠമായി. അല്ലേ? മനുഷ്യനിർമ്മിതമായ ഏതൊരു സംഗതിയുടെയും അവസ്ഥയതല്ലേ? അവിടെ നമുക്ക് മടങ്ങിപ്പോകാം. എന്ത്? എല്ലാരും ഉറപ്പിച്ച് പറയുന്നത്, ഭാര്യയുമായി എന്റെ ബന്ധം അത്ര ശരിയല്ല, ബാപ്പയുമായി എന്റെ ബന്ധം അത്ര ശരിയല്ല, അച്ഛനുമായി എന്റെ ബന്ധം അത്ര ശരിയല്ല, അമ്മയും ഞാനും തമ്മിൽ തെറ്റിയിട്ട് കുറെ കാലമായി, ഞാനൊരു അന്യപുരുഷനെ സ്നേഹിക്കുന്നു, അന്യ മതക്കാരനെ സ്നേഹിക്കുന്നു, എന്റെ അച്ഛനും അമ്മയും അത് അനുകൂലിക്കില്ല, എന്റെ ബാപ്പയമ്മയെ അനുകൂലിക്കില്ല. എവിടെ നോക്കിയാലും അസ്വസ്ഥതകളുടെ കഥകൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലേ? പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ പെടാപ്പാട് പെടുന്നവർ, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പെടാപ്പാട് പെടുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിൽ. ഞാൻ എന്റെ അയൽപ്പക്കത്തുള്ള ഒരു പെൺകുട്ടിയുടെ ചെറിയ കുഞ്ഞ് കഴിഞ്ഞ 10-12 ദിവസമായി ICUവിൽ. അപ്പൊ അവിടെയൊക്കെ ഫോൺ ചെയ്ത് സുഖക്ഷേമങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ ഉമ്മ ഭയങ്കരമായ കരച്ചിലാണ്. എന്താ കരയുന്നത്? കുഞ്ഞിനെ ഓർത്തുള്ള കരച്ചിലാണ്. ഇവിടെയെല്ലാം എന്ത് ദുഃഖം വരുമ്പോഴും, എന്ത് ആകുലതകൾ വരുമ്പോഴും, എന്ത് പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് സമാധാനം ഉണ്ടാകാൻ എന്ത് വഴിയുണ്ട്? ആത്യന്തികമായൊരു പഠനമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ ഇന്നലെ മാങ്കാവിൽ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടൊരു പയ്യൻ, നന്നായിട്ട് പഠിച്ചിട്ടുള്ള, നന്നായി വിദ്യാഭ്യാസമുള്ള ഒരു പയ്യൻ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നോട് പറയാൻ, നീ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുകയാണ്, ഞാൻ എപ്പോഴാ ബന്ധപ്പെടേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് സമാധാനമില്ല എന്നാണ്. മംഗലാപുരത്ത് നിന്ന് കഴിഞ്ഞ 5-6 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി, ചിത്ര എന്ന പേരിൽ ഒരു പെൺകുട്ടി വിളിക്കുകയാണ്, ഉസ്താദ് ബാലുശ്ശേരിയല്ലേ? അതെ, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്, ഞാൻ ഡോക്ടർ വിഭാഗത്തിൽ പഠിക്കുകയാണ്, എനിക്കൊരു സമാധാനവും കിട്ടണില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ ഇല്ലേ എന്നെന്റെ മനസ്സിൽ. കാരണം ഞാൻ ഒരുപാട് അനീതിക്ക് വിധേയമായിട്ടുള്ള ഒരു കുട്ടിയാണ്, എന്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല, ഞാൻ അങ്ങയുടെ ഒരു പ്രസംഗം കേട്ടിരിക്കുന്നു, എനിക്ക് അങ്ങയോട് സംസാരിക്കണം തോന്നുന്നു, അതുകൊണ്ട് എനിക്കൊരു വഴി പറഞ്ഞു തരണം എന്നാണ് കുട്ടിയുടെ ആവശ്യം. ഞാനിത് ഉദാഹരണമായി പറയുന്നത്, ഇത് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും. ഓരോ പ്രബോധകർക്കും, മത നേതാക്കന്മാർക്കും, രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇങ്ങനെ പ്രയാസപ്പെടുന്നവരെ കാണാം. നമുക്ക് അവരോട് പറയാനുള്ളത് എന്താ? നമുക്ക് അവരോട് പറയാനുള്ള വല്ല ഔഷധവും വല്ല നിർദ്ദേശവും ഉണ്ടോ? ഇത് പരിശോധിക്കുകയാണ് നമ്മൾ. മതം ഒരു ഭാഗത്തു നിൽക്കുന്നു, മതം വേണ്ട എന്ന ചിന്ത വേറൊരു ഭാഗത്തു നിൽക്കുന്നു. മതമാണ്, ഞാനിതൊരു സ്റ്റഡി ക്ലാസ് പോലെ അവതരിപ്പിക്കാൻ നിങ്ങളോട്, ഇന്ന് ആരോഗ്യപരമായി വിഷമങ്ങളുള്ളത് കൊണ്ട് തന്നെ. പിന്നെ നിങ്ങളെല്ലാം ഉച്ചഭാഷണിയുള്ള ശബ്ദത്തിൽ കേട്ടുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചേ. ലിയോ ടോൾസ്റ്റോയ്, വിഖ്യാതനായ ടോൾസ്റ്റോയുടെ പ്രൗഢമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ടോൾസ്റ്റോയ് പറയാണ്, മതവും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധവും ആണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം മതത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ചർച്ച നടത്തുകയാണ്. മതനിരാശത്തെക്കുറിച്ചും മതനിഷേധത്തെക്കുറിച്ചും ദൈവനിഷേധത്തെക്കുറിച്ചും ഒക്കെ അതിൽ ചർച്ചയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചേ, മനുഷ്യന് യഥാർത്ഥത്തിൽ സമാധാനം നൽകുന്ന വിശ്വാസം നിരീശ്വരവാദമാണോ? ആണോ? ഞാൻ എല്ലാവരോടും ഹൃദയം തുറന്ന് ചോദിക്കാം. എന്നെ കാണുന്നൊരു ഈശ്വരനില്ല, എന്നെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമില്ല, എന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നൊരു ശക്തിയില്ല, മതം എനിക്ക് ആവശ്യമില്ല, മൂല്യങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് വിശ്വസിച്ച നാട് നന്നാകുകയാണോ ചെയ്യുക, നാട് കേടുവരികയാണോ ചെയ്യുക? മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളോടും ഞാൻ ചോദിക്കാൻ, എന്തുണ്ടാവുക? ഇപ്പൊ ഭീമാ പള്ളിയിൽ തന്നെ ഒരു ഉദാഹരണം പറയാം. സെക്സ് കേസറ്റ് വിറ്റ് വൃത്തികേടുകൾ മാത്രം വിറ്റ ഒരു കട, സുബൈർ ഖാന്റെ കട. അദ്ദേഹം മുജാഹിദുകളുടെ പ്രസംഗം നിരന്തരമായി കേട്ടിട്ട് അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണം വളരെ വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത് സമ്പാദിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അയാൾക്ക് ഭയങ്കരമായ മനസാക്ഷി കുത്തു. അള്ളാഹു ഇത് അറിയുന്നു, പടച്ചവന് മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന മുജാഹിദുകളുടെ പ്രസംഗം അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. എല്ലാ തോന്നിയാസും അയാൾ അവസാനിപ്പിക്കുക, എന്നിട്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനാകുക. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്,
നിരീശ്വരവാദം ഒരാളെ പഠിപ്പിച്ചാൽ അയാൾ ഇങ്ങനെ നന്നാകുകയാണോ ചെയ്യുക, കേടുവരികയാണോ ചെയ്യുക? ചിന്തിക്കണേ, ആലോചിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. ഉദാഹരണം, ഇവിടെ തന്നെ ഇതുപോലെ ഒരു സ്പീച്ചിങ് സ്റ്റാൻഡ് ഇട്ടു. ഞാനൊരു ദൈവവിശ്വാസി, മറുഭാഗത്തൊരു നിരീശ്വരവാദി. അയാൾ ഇങ്ങനെ ദൈവമല്ല, മതല്ല, മൂല്യമല്ല, മനുഷ്യർ മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല, എങ്ങനെയാവാം എന്ന് അയാൾ അവിടുന്ന് പ്രസംഗിക്കും. ഞാനാവട്ടെ മതമുണ്ട്, ദൈവമുണ്ട്, ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, ധർമ്മമുണ്ട്, നന്മ പാലിക്കണം എന്നൊക്കെ പ്രസംഗിക്കും. ഈ രണ്ട് പ്രസംഗങ്ങളിൽ ആരുടെ പ്രസംഗമാണ് സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുക, ആരുടെ പ്രസംഗമാണ് സമൂഹത്തിൽ തിന്മയുണ്ടാക്കുക? ആലോചിക്കേണ്ടതാണ്. നമ്മളൊക്കെ മഹാവിഡ്ഢികളായി പോകരുത്. ഓരോ കൊടിയുടെ പിന്നാലെ പോയി ജീവിതം തൊലച്ചു കളയരുത്. ജീവിതം ഒന്നേ ഉള്ളൂ ദുനിയാവിൽ. ആഖിറത്തിലാണ് പിന്നെ അതിന്റെ റിസൾട്ട്. മരണാനന്തര ജീവിതത്തിലാണ് അതിന്റെ റിസൾട്ട്. ഏതൊരു കാര്യത്തിനും ഒരു റിസൾട്ട് ഇല്ലേ? എലക്ഷൻ കഴിഞ്ഞു, വോട്ടെണ്ണം കാത്തിക്ക, എല്ലാരും വോട്ട് ചെയ്തു, എണ്ണൂല, പിന്നെ എന്തിനാ എലക്ഷൻ? വളരെ ചെറിയൊരു ഉദാഹരണം. കമ്മ്യൂണിസ്റ്റുകാർ മത്സരിച്ചു, കോൺഗ്രസ് മത്സരിച്ചു, BJP മത്സരിച്ചു, പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ മത്സരിച്ചു. പക്ഷെ വോട്ട് ചെയ്യാം, ആരുടെ വോട്ട് എണ്ണൂല, ആര് ജയിച്ചു തോറ്റു അതൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഈ പോളിംഗ് ബൂത്ത്? പിന്നെ എന്തിനാ വെറുതെ മഷി വരേണ്ടത്? ഇതുമേൽ ആവശ്യമുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ എന്തിനും ഒരു റിസൾട്ട്. SLC പരീക്ഷ കഴിഞ്ഞു, ഇനി മോളെ റിസൾട്ട് വരട്ടെ. റിസൾട്ട് ഒന്നുമില്ല അച്ഛാ, എന്ത് റിസൾട്ട്? അങ്ങനെ പറഞ്ഞാൽ ജീവിതം നമ്മളിവിടെ 60 കൊല്ലം ജീവിച്ച് ആ പരീക്ഷ പൂർത്തിയാക്കി, 60 കൊല്ലം കഴിഞ്ഞ് ഇവിടുന്ന് വിട പറയാണ്, അതിന്റെ റിസൾട്ട് കിട്ടാൻ റിസൾട്ട് ഒന്നുമില്ല. അപ്പോ മരണം വരെയുള്ളതിനൊക്കെ റിസൾട്ട്, ജീവിതത്തിന് പിന്നെ റിസൾട്ട് ഇല്ല. ഇതെന്ത് ബുദ്ധി എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. എന്റെ ബുദ്ധിയിൽ ഒതുങ്ങി ഞാൻ ചോദിക്കുകയാണ്, ഇതെന്ത് ബുദ്ധിയേ? എന്താ ഈ ബുദ്ധി? അതുകൊണ്ട് തന്നെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു ചോദ്യം. ഇനി നിങ്ങൾ ആലോചിച്ചേ, നമ്മളൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞിട്ടില്ലേ? ഓരോരുത്തരുടെ പ്രായം നടന്നെടുത്തേ, ഓരോരുത്തരുടെ പ്രായം ഒന്ന് അളന്ന് ചിട്ടപ്പെടുത്തിയെടുത്തേ. ഈ പ്രായത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു, എനിക്ക് 39 വയസ്സായി. 39 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനില്ല. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച പടച്ചോൻ പറയാണ്, നിന്നെ ഞാൻ വീണ്ടും സൃഷ്ടിക്കും. ഞാൻ എങ്ങനെ നിഷേധിക്കും? എടോ, ഞാനില്ലാത്തൊരവസ്ഥയിൽ എന്നെ സൃഷ്ടിച്ച പടച്ചോൻ വീണ്ടും സൃഷ്ടിക്കും എന്ന് പറയുമ്പോ അതുണ്ടാവില്ല എന്ന് പറയാൻ മനുഷ്യബുദ്ധിക്ക് എങ്ങനെ സാധിക്കുന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് മറ്റൊരു സൃഷ്ടി ഉണ്ടാവില്ല. കാട്ടു പോയിട്ട് ഒരു മരം വെട്ടിക്കൊണ്ടുവന്ന് ഈർച്ച മില്ലിൽ വെച്ച് ഈർന്ന് പാകപ്പെടുത്തി ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് ഉണ്ടാക്കി, അല്ല ഇവിടുത്തെ ടേബിൾ ഉണ്ടാക്കി. ഈ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ ആണി അയച്ചെടുത്ത് അതിനെ പിന്നെ റീഫിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയൽ ബുദ്ധിയാണോ? മരമായിരുന്ന കാട്ടില് അവിടുന്ന് മുറിച്ചുകൊണ്ടുവന്ന് എന്നിട്ടത് മില്ല് കൊണ്ടുപോയി പാകമാക്കി മുറിച്ചു. എന്നിട്ട് ഈർച്ചവാള് വെച്ച് ഈർന്ന് ആവശ്യമായ ഇഞ്ച് കണക്കാക്കി അതിനെ രൂപപ്പെടുത്തി. പിന്നെ ഉളി കൊണ്ടത് പാകപ്പെടുത്തി നെട്ടും ബോൾട്ടും ഇട്ട് ഉറപ്പിച്ച് ആ നെട്ടും ബോൾട്ട് അയച്ചു വെച്ചിട്ട് അതിനെ റീഫിറ്റ് ചെയ്യാൻ പിന്നെ കഴിയില്ല എന്ന് പറയൽ ബുദ്ധിയാണോ മന്ദബുദ്ധിയാണോ? ഒരു ചോദ്യം. അവിടെയാണ് മതം മനുഷ്യനോട്, ഇപ്പൊ നിങ്ങൾ എന്താ ആളുകളെ കൊല്ലാൻ കത്തിയെടുക്കാൻ കഴിയാത്തോണ്ടല്ല നമ്മുടെ കയ്യിൽ, ആളുകളെ കൊല്ലാൻ പാടില്ലെന്ന് ഇസ്ലാം പറഞ്ഞു, പടച്ചോൻ പറഞ്ഞു. അന്യായമായി മനുഷ്യരെ കൊല്ലരുത് എന്ന് മതം പറയുന്നു. ജീവിതത്തിൽ ഏതേത് നിമിഷത്തിലും പടച്ച തമ്പുരാൻ എന്നെ കാണുന്നു എന്ന ബോധം സാക്ഷാൽ ദൈവം എനിക്ക് വായു നൽകിയ, എനിക്ക് വെള്ളം നൽകിയ, എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, എൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന സർവാധിപതിയായ സർവ്വലോകങ്ങളുടെയും തമ്പുരാനായ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം മനുഷ്യന് ശാന്തത നൽകുക. അവനെ കുറിച്ചുള്ള ഓർമ്മകൾ, അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി പറഞ്ഞുതരാം. ശാന്തി ഉണ്ടാവണം എന്നെല്ലാവരും അറിയും. ശാന്തി സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. ശാന്തി സമ്മേളനങ്ങൾ, സൗഹൃദ സമ്മേളനങ്ങൾ എല്ലാം നടക്കാറുണ്ട്. പല പത്രങ്ങളിൽ നമുക്ക് കാണാം, ക്ഷേത്രത്തിൽ ഇന്നാള് നിലവിളക്ക് കൊളുത്തുന്നു ഒരു മുസ്ലിം, അല്ലെങ്കിൽ പള്ളിയിലേക്ക് ഇന്ന ഹിന്ദു നേർച്ച നേരുന്നു. മതസൗഹാർദ്ദമാണ്. അല്ല, അല്ല, ഒരിക്കലുമല്ല. വഞ്ചനയാണ്, കാപട്യമാണ്, വ്യക്തിത്വം കളഞ്ഞുകുളിക്കലാണ്. അതെന്താ അങ്ങനെ പറയാൻ? ലോകത്ത് മതസൗഹാർദ്ദം എന്ന സങ്കല്പം തെറ്റാണ്. മനുഷ്യ സൗഹാർദ്ദം എന്നതാണ് യഥാർത്ഥ സങ്കല്പം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതൊരു തോന്നിയാസമാണ് എന്ന് ഇനിയെങ്കിലും കേരളവും ഇന്ത്യയും ലോകവും മനസ്സിലാക്കണം.
ഞാനിതിങ്ങനെ തുറന്നു പറയണെന്നറിയോ, തെറ്റ് കുറെ കാലം പ്രചരിപ്പിക്കപ്പെട്ട അതൊരു ശരിയായിട്ട് എങ്ങനെയാ ഒരാളെങ്കിലും ആ തെറ്റിനെ എതിർക്കണം, അപ്പൊ രണ്ടാൾ കൂടുതൽ എതിർക്കും. അപ്പൊ അടുത്ത ജനറേഷനിൽ മതസൗഹാർദ്ദം ഒരു തോന്നിയാസമാണ്. എന്റെ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നാളെ ഖുറാഫിയുടെ ക്ലിപ്പിംഗ് ഇടും. നല്ല ബോധ്യമുണ്ട് എനിക്ക്. കാരണം മുതലെടുപ്പ് നടത്തുന്ന കൂട്ടത്തിൽപ്പെട്ടോലെ ഞങ്ങൾ ആയിക്കോളെ. പക്ഷെ ഞാൻ പറഞ്ഞ അപ്പുറം കേട്ടൊരു ജനത ഇവിടെ ഉണ്ട്. അതെന്താ? ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തെറ്റായ ഒരു സമീപനമാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ് എങ്കിൽ, ഞാൻ ബൗദ്ധൈവ വിശ്വാസത്തിനെതിരാണെങ്കിൽ, ബൗദ്ധൈവ വിശ്വാസികളുടെ ദേവാലയത്തിൽ ബൗദ്ധൈവത്വത്തിൽ ഞാൻ കൂട്ടിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒന്ന്, ഞാൻ ആണും പെണ്ണും കെട്ടവനാണ്, സ്വന്തം ആദർശത്തോടും കൂറില്ല, അല്ലെ? എനിക്ക് കള്ളുകുടിയനുമായുള്ള സൗഹൃദം എങ്ങനെ എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുകയാണ്. എനിക്ക് പല കാര്യങ്ങളും ഈ സമൂഹം ചെയ്യുന്നത് കാണുമ്പോ ആ സമൂഹത്തിന്റെ ഒരു വിവരക്കേട് ഓർത്തിട്ട് കള്ളുകുടിയനായിട്ടുള്ള സൗഹാർദ്ദം എങ്ങനെ? ഓൻ ഒരു റമ്മ് കുടിക്കുന്നു, ഇവൻ അര റമ്മ് കുടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കള്ള് ഷാപ്പിൽ വന്ന് മൊയ്ലിയാർ 1/2 ലിറ്റർ കള്ളു കുടിച്ചു, മൗലവി 1/2 ലിറ്റർ കുടിച്ചു, കള്ള് ഷാപ്പിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കള്ള് ഷാപ്പ് സൗഹാർദ്ദം അങ്ങനെയുണ്ട്. വേശ്യാലയത്തിൽ വ്യഭിചരിക്കാത്തൊരുത്തം പോയിട്ട് വ്യഭിചരിച്ചിട്ട് പറയണത് രണ്ട് വ്യഭിചാരികൾ തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലാണ്. ലോകത്തെ എല്ലാ വേദങ്ങളും എതിർത്ത ഏറ്റവും വലിയ തിന്മ എന്താ അറിയോ? ബൗദ്ധൈവത്വം. അതായത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മയാണ് വിഗ്രഹാരാധന നടത്തുക. സത്യം. ഒരാള് കബറാളിയെ ആരാധിക്കുക എന്നത്, ഒരു ഷെയ്ഖിനെ, ഒരു ബീവിയെ, ഒരു മുസ്ലിയാരെ ആരാധിക്കുന്നു വിചാരിച്ചോ, ഓൻ വ്യഭിചരിച്ചതിനേക്കാൾ വലിയ പാപാണ് ഓൻ ചെയ്യുന്നത്. പക്ഷേ അതിലൈക്യം, ഏറ്റവും വലിയ തിന്മയിൽ ഐക്യം അതല്ല ഐക്യം. യഥാർത്ഥ ഐക്യം എന്താ അറിയുന്നത്? അതൊരു മനസ്സിലായിക്കൂടെ. യഥാർത്ഥ ഐക്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തിത്വത്തെയും ആദർശത്തെയും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഈ കൂത്തുപറമ്പിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് കുറെയൊക്കെ മനസ്സിലാവും എന്ന ബോധ്യം എനിക്ക് നല്ലോണമുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്നുള്ള ബോധ്യമുണ്ട്. നല്ല കൈപ്പേറിയ മരുന്ന് കൊടുക്കുമ്പോൾ രോഗി ചിലപ്പോൾ തുപ്പും. ഇതൊരു കൈപ്പേറിയ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. വേറിട്ട് നിൽക്കുകയാണ്, വേറിട്ട്, ഒന്നിലും കൂടാതെ സത്യത്തിന്റെ കൂടെ. ഇതാണ് ധ്വനി. എന്ന് മുജാഹിദ് പ്രസ്ഥാനം വിഗ്രഹാരാധനയെ മതസൗഹാർദ്ദമായി കണ്ടാലും ഞങ്ങൾ ലാൽ സലാം നേതാക്കന്മാരെ ഞങ്ങളുടെ സത്യത്തിന് വേണ്ടി എന്നും നെഞ്ചകം വിരിച്ചു കൊടുത്ത പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് മുജാഹിദുകളുടെ പാരമ്പര്യം. ഞാൻ പറയുന്നത്, ഞാനൊരു ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് തന്നെ എനിക്ക് ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദുവിനെ സ്നേഹിക്കാൻ കഴിയുക, അവന്റെ വേദനകളിൽ പങ്കുകൊള്ളാൻ കഴിയുക. ഏതാ സൗഹാർദ്ദം എന്ന് പറഞ്ഞാല് ഒരു ഹിന്ദു ആക്സിഡന്റ് പറ്റി, ഓം വിഗ്രഹാരാധന, ഓനെ തുടരുത് എന്നതല്ലടോ സൗഹാർദ്ദം. ഓൻ വിഗ്രഹാരാധകനാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ഓൻ എൻ്റെ അയൽവാസിയാണ്, ആദമിന്റെ മകനാണ്, സഹോദരനാണ്, ഒരേ നാട്ടുകാരാണ്. ഓടിച്ചെന്ന് മാധവാ എന്ന് പറഞ്ഞ് വാരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വാഹനത്തിലേക്കിട്ട് ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പായ, അതിന്റെ പേരാണ് മനുഷ്യത്വം, അതിന്റെ പേരാണ് സൗഹാർദ്ദം. അല്ലാതെ മാധവൻ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹാരാധന നടത്താൻ പോകുമ്പോ ഒന്നെന്ന മാധവ ഞാനും ഉണ്ട് വിഗ്രഹാരാധനക്ക്, ഞാൻ ഭയങ്കര സൗഹാർദ്ദക്കാരനാ എന്ന് പറയലല്ല. ഏതുപോലെ ജങ്ങട്ടാടാ ഒന്നുമില്ല, ബോംബെയിലെ ചുവന്ന തെരുവിൽ വേശ്യാലയത്തിലേക്ക് പോവാ, ഹേയ് എന്റെ കൂടെ ഞാനുണ്ട്, എടോ ഒരു സീറ്റ് തന്നേടാ. ഹേയ് കണ്ടോ, വേശ്യാലയത്തിലേക്ക് പോകുന്ന ഇന്നാളെ കൂടെ മറ്റേയാൾ. വേശ്യാവൃത്തിക്ക് സൗഹാർദ്ദം ഇല്ലട്ടോ. അത് നിങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിൽ പലതും ഞാൻ ഒറ്റയ്ക്ക് പല ലോകത്തും പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ പിന്നീട് ജനങ്ങൾ മനസ്സിലായി സംഗതി എന്തായാലും കാക്ക പറഞ്ഞതായിരുന്നു കേട്ടോ സത്യം. അത് ഇന്നില്ലേ നാളെ എനിക്ക് ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അതെന്താ? യഥോ ധർമ്മസ്ഥതോ ജയ, യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം. സത്യമേവ ജയതേ. ഇന്ത്യയുടെ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ എഴുതി വെച്ച വാചകമാണ് സത്യമേവ ജയതേ. സത്യം ജയിക്കുള്ളൂ. അല്ലാതെ അസത്യത്തിന് ചൂട്ടുപിടിക്കുകയല്ല, അസത്യത്തിന് കൂട്ടുനിൽക്കുകയല്ല, സത്യത്തിന് വേണ്ടി കൂട്ടി. നമ്മൾ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ഹിന്ദു പള്ളിയിൽ വന്ന് ആരാധന നടത്തണം. ഒരു ഹിന്ദുവിന് എപ്പോൾ ഇസ്ലാമാണ് ശരിയെന്ന് സ്വമേധയ വാളില്ലാതെ നിർബന്ധമില്ലാതെ പണം കൊടുത്ത് മതപരിവർത്തനം നടത്താതെ പ്രേമിച്ച് മതപരിവർത്തനം നടത്താതെ എന്ന് ഒരു ഹിന്ദുവിന് ഇസ്ലാമാണ് സത്യമെന്ന് സ്വമേധയ ഒരു മനുഷ്യന്റെ ഒരു സൂചിപ്പൊട്ട് നിർബന്ധമില്ലാതെ എന്നൊരു ഹിന്ദുവിന് തോന്നുന്നുവോ അന്നൊരു പള്ളിയിൽ വന്നോട്ടെ. അതല്ലാതെ ഒരു ഹിന്ദുവിനെയും വാളിന്റെ തലപ്പ് കാണിച്ച് പിച്ചാത്തി പോലും കാണിച്ച് ഒരുത്തനെ ഭീഷണിപ്പെടുത്തുന്നത് ഇസ്ലാം എതിർത്തു. ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോഴും ബുദ്ധി വർക്ക് ചെയ്ത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ പറഞ്ഞു വരുന്നത്
യഥാർത്ഥത്തിലുള്ള സത്യങ്ങളിലല്ല നമ്മളിൽ പലരും. നമ്മളിങ്ങനെ മുമ്പേ ഗമിച്ചീടിന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞില്ലേ? മുമ്പേ ഗമിച്ചീടിന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ശരിയും തെറ്റുമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. വെട്ടി നിരത്തൽ സിദ്ധാന്തത്തിൽ നമ്മൾ അങ്ങ് പങ്കാളിയായി, ആവേശം മൂത്ത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, കുനിയില്, അരീക്കോട് മലപ്പുറം ജില്ലയിലെ കുനിയില് 2 ഫുട്ബോൾ ടീമുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഗൾഫിൽ നിന്ന് വന്നിട്ടൊരു സാധു ഇവരെ നന്നാക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ പോയി. ഓനെ കുത്തി കൊടലും ഇങ്ങോട്ട് പുറത്തെടുത്ത് ഓനെ കൊന്ന് മലത്തി മക്കളെ മുമ്പില് മത്തി വരികിയ മാതിരി കിടത്തി കൊടുത്ത്. ആര്? ഈ കൊട്ടേഷൻ പാർട്ടികൾ. ഏത് കൊട്ടേഷൻ പാർട്ടി? കയ്യൂക്കും പണമുള്ളവും കാണിക്കുന്ന ചെറ്റത്തരവും തോന്നിയാസവും നാടിനും നഗരത്തിനും നൽകുന്ന തിന്മകൾ. ഏത് പിഞ്ചു പൈതങ്ങൾ 2 കുട്ടികൾ ആ കുനിയിലും എന്റെ മയ്യത്ത് പോക്കുമ്പോ കരയുന്നത് കണ്ടാൽ ഏത് ഹൃദയമാണ് പൊട്ടാത്തത്? അല്ലേ? 10 23 വയസ്സുള്ള ഭാര്യ നെഞ്ചത്ത് കൈയടിച്ച് കരയാ. ഗൾഫിൽ നിന്ന് വന്നിട്ട് 8 ദിവസം കഴിഞ്ഞിട്ടില്ല, ഓനെ കുത്തി മലത്തി ഒരു ഫുട്ബോളിന്റെ പേരില്. നാടേതാ ഇത്? ഈ നാടേതാ? ആരാ ഇതിനെ ഇടപെടുക? ഈ തോന്നിയാസികളെ, തെമ്മാടികളെ, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് പിച്ചാത്തിയും സൈക്കിൾ ചെയിനുമായി വരുന്ന ഈ കൊട്ടേഷൻ പാർട്ടികളെ ആര് നിയന്ത്രിക്കും? ആരവിടെ നിയന്ത്രിക്കും? നേതൃത്വമുണ്ടോ? എല്ലാവർക്കും അവരുടെ താല്പര്യങ്ങളാവരുത്. എല്ലാവർക്കും, എല്ലാ നേതാക്കന്മാർക്കും അവരുടെ താല്പര്യങ്ങളാവരുത്. ആ താല്പര്യങ്ങളെ നേടിയെടുക്കാൻ കൊന്നും കൊരവിളി നടത്തിയും സൈക്കിൾ ചെയിൻ എടുത്തും വെട്ടി നിരത്തിയും കൈകാലുകൾ ഛേദിച്ചും എവിടത്തോളം എത്താമോ അത്ര എത്തുക, എന്നിട്ട് അധികാരത്തിന്റെ സോപാനങ്ങളിൽ ഇരിക്കുക. ഇന്ത്യക്കൊരു മഹത്വം ഉണ്ടായിരുന്നു. ലോകത്ത് പോരാട്ടം നടത്തിയ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു നേതാവും ആ രാജ്യം ഭരിക്കാതെ പോയിട്ടില്ല, ഇന്ത്യയിലെ മഹാത്മാഗാന്ധി അല്ലാതെ. പോയിന്റ് വളരെ ഒട്ട് ചെയ്ത് മനസ്സിലായിക്കൂടെ? ലോകത്ത് വേറെ ഏത് രാജ്യത്തിന്റെ പോരാളിയായി അതിന്റെ നായകത്വം വഹിച്ചോ അവർ ആ നാടിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഒഴികെ അധികാരത്തിന്റെ സോപാനങ്ങൾ സ്വപ്നം കാണാത്ത മഹാത്മാഗാന്ധി, അർദ്ധനഗ്നനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്തെ പഠിപ്പിച്ച ആചാര്യന്മാരിൽ ഒരാള് രാഷ്ട്രീയ തപസി. ആ രാഷ്ട്രീയക്കാരനെ മറന്ന കോൺഗ്രസ്സുകാരോട്, ആ രാഷ്ട്രീയക്കാരനെ മറന്ന ഇന്ത്യയോട്, അദ്ദേഹം ഒരു രാഷ്ട്രപിതാവാണ് എന്ന് പോലും ചിന്തിക്കാത്തവരോട്, ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് ശരിയാണ് എന്ന് ന്യായീകരിച്ചവരോട്, ഒരുപക്ഷെ അടുത്ത 10 കൊല്ലങ്ങൾക്കുള്ളിൽ ഫാസിസ്റ്റ് ചരിത്രകാരന്മാർ ഒരുപക്ഷെ പറഞ്ഞേക്കും, പാവം രാഷ്ട്രപിതാവായ ഗോഡ്സെയെ മതപരന്തനായ മഹാത്മാഗാന്ധി കൊന്നു. ചരിത്രം അങ്ങനെയൊക്കെ വരും, ചരിത്രം അങ്ങനെയൊക്കെ മാറി മറിയും. അവിടെ ഒരു കാര്യം ഓർക്കണം, മഹാത്മാഗാന്ധി, നിങ്ങൾ 2 കാര്യം ഓർക്കണം. ബ്രിട്ടീഷുകാരോട് ഇന്ത്യ സ്വതന്ത്രമാകാൻ രൂപീകരിച്ച കമ്മിറ്റി എന്ത് ചെയ്യാനാ മഹാത്മാഗാന്ധി പറഞ്ഞു? സ്വാതന്ത്ര്യം കിട്ടി, ഇനി അത് നിന്നാൽ കുഴപ്പവും, പിരിച്ചുവിടണം. ആലോചിക്കണം. മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഇന്ത്യ, സബർമതിയുടെ ഓരത്ത് നിന്ന് വിശ്വവിജ്ഞാനം ലോകത്തിന് വിളിച്ചു പറഞ്ഞു കൊടുത്ത മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലരുതേ എന്ന് വിചാരിച്ച് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പല്ലഭായ് പട്ടേലും മൗലാന മുഹമ്മദ് അലി ജൗഹറും അബുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഈ മൊയ്ദ് മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും ആ രാമകൃഷ്ണപിള്ളയെ രാമകൃഷ്ണപിള്ളയാക്കിയ വക്കം മൗലവിയും കൈകോർത്തൊന്നിച്ചു പിടിച്ച ഈ ഭാരതത്തിന്റെ മണ്ണ് ഇന്ന് രക്തപങ്കിലമായി. സബർമതിയിൽ, ഗുജറാത്തിന്റെ സബർമതിയിൽ ഇന്ന് സ്വച്ഛന്തമൊഴുകുന്ന പാനീയമല്ല, മനുഷ്യന്റെ കബന്ധങ്ങളും രക്തവുമാണ് എന്ന വസ്തുത തിരിച്ചറിയാൻ ഏത് നരേന്ദ്രമോദിമാർക്കും ഏത് നരഭോജി മോഡിമാർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ദിനമുണ്ടാവുക. ബോംബെയിലെ താജ് ഇന്റർനാഷണലും ഒബ്രോളും നരിമാൻ പ്ലേസും അത് ഉൾക്കൊള്ളുന്നിടത്ത് ബോംബിട്ടവർ ഒരു മുസ്ലിങ്ങളല്ല. നിങ്ങൾ അറിയണം അവരുടെ ജീവിതം എന്താണെന്നറിയോ? കോടതികളിലും ജയിലുകളിലും പിടിക്കപ്പെട്ട തീവ്രവാദികൾ എന്ന് പറയുന്നവരുടെ ജീവിതം അവർക്ക് മതല്ല. തീവ്രവാദികൾക്ക് മതമില്ല. ഒരു തീവ്രവാദി മുസ്ലിമിനും മതമില്ല, ഒരു തീവ്രവാദി ഹിന്ദുവിനും മതമില്ല, ഒരു തീവ്രവാദി ക്രിസ്ത്യാനിക്കും മതമില്ല. മതമില്ലാത്തവരാണ് തീവ്രവാദികൾ. തീവ്രവാദികൾക്ക് മതമില്ല, മതമുള്ളവന് തീവ്രവാദവുമില്ല. ഇത് മനസ്സിലാക്കണം. പോയിന്റ് നമ്പർ 2,
പോയിന്റ് നമ്പർ 3, നമ്മൾ അറിയുക നാം എവിടെ നിൽക്കുന്നു. നമ്മുടെ നാടുകളിൽ, സമൂഹങ്ങളിൽ മനഃശാന്തി ഉണ്ടാകാൻ എന്താ വേണ്ടത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചേ, ഓരോന്നോരോന്ന് ചുരുക്കി പറയാൻ ഞാൻ. ലോകത്ത് സമാധാനം ഉണ്ടാകാൻ ഒന്ന് നേതാക്കന്മാര് നന്നാകണം. ആ നേതാക്കന്മാരാൽ വളർത്തപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്ത അനുയായികൾ ഉണ്ടാകണം. 2 ഉദാഹരണം ചരിത്രത്തിൽ നിന്ന് പറയാൻ ഞാൻ. 2 ഉദാഹരണം. അത് നിങ്ങൾ നമ്മുടെ കൂത്തുപറമ്പ്, നാദാപുരം, കക്കട്ട്, കല്ലാച്ചി, പാനൂര്, എലാങ്കോട്, എന്താ ഈ പ്രദേശമൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാലോ, ചെമ്പാട്, ഈ പ്രദേശങ്ങളൊക്കെ എന്നും ഒന്നെറിഞ്ഞ് 2-ന് കൊമ്പ് കോർക്കുകയും തല്ലുകൂടിയും ബോംബിടുകയും പൊട്ടിക്കുകയും വീട് കയ്യേറുകയും കൊള്ള ചെയ്യുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യില്ല നമ്മുടെ പണി അല്ലേ? ആരോ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് 50 കൊല്ലം ഉണ്ടാക്കിയ ടെക്സ്റ്റൈൽസ് ഒക്കെ കത്തിച്ച് ചാമ്പലാക്കി മറ്റവന്റെ വീട്ടിൽ കയറി അതെല്ലാം എടുത്ത് അവിടെയുള്ള 300 പവനും കോച്ചി. ഇതൊക്കെ മനുഷ്യജീവിതമാണോ? ഇതൊന്നും മനുഷ്യജീവിതമല്ല. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം. 2 മഹാന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 2 മഹാന്മാരെ, അവരുടെ പ്രവൃത്തി. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരാരാധനാലയം എത്ര പരിശുദ്ധവും പരിപാവനവുമാണ്. മനുഷ്യനെ എളുപ്പത്തിൽ വികാരജീവിയാക്കാൻ ആരാധനാലയങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലേ? എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? പള്ളിമിനാരങ്ങളിലെ ബാങ്കൊലിയും അമ്പലങ്ങളിലെ ശങ്കൊലിയും ചർച്ചുകളിലെ മണിയടിയും ഒന്നിച്ചു മേളിച്ച ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെ പോലെ, ഒരു ചെറുടിലെ മുത്തുമണികളെ പോലെ ഒന്നിച്ചു ജീവിച്ച ഇന്ത്യക്കാർക്ക് ദേവാലയങ്ങൾ കണ്ടുകൂടാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടായി? നിങ്ങളുടെ കൈകൾ ഒരു കള്ളുഷാപ്പിന് നേരങ്ങൾ എറിയണില്ല. പള്ളിക്ക് നേരെ, ക്ഷേത്രത്തിന് നേരെ, ചർച്ചിന് നേരെ, ലോകത്തൊക്കെ നടക്കണേ പറയുന്നു. ഞങ്ങൾ ഒന്ന് ആലോചിച്ചേ, ഒരു കള്ളുഷാപ്പിന് നേരെ കല്ലെറിഞ്ഞാൽ ഒരർത്ഥത്തിൽ വേണമെങ്കിൽ അതിനൊരു ന്യായീകരണം ഉണ്ടാക്കുക, അതൊരു തിന്മയുടെ കേന്ദ്രമാണ്. എന്നാൽ ആരാധനാലയം യഥാർത്ഥത്തിൽ എന്താ? ഏതൊരു മനുഷ്യനും സമാധാനവും ശാന്തി നൽകുന്ന കേന്ദ്രമല്ലേ ആരാധനാലയം? പള്ളികളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നു. ചില ആളുകൾക്കൊക്കെ ഭയങ്കര ദേഷ്യം. എനിക്കറിയാം, കേരളത്തില് ചില സ്ഥലത്ത് ബാങ്ക് കൊടുക്കാൻ മൈക്ക് ഞങ്ങൾ അനുവദിക്കൂല എന്ന് വാദിച്ച കുറെ ആളുകൾ. അത് ഏത് കൂട്ടത്തിൽ ഞാൻ പറയണ്ട, എവിടെയാണെങ്കിലും. പക്ഷെ അത്തരം ആളുകളോട് നമ്മൾ ചോദിക്കുക, എന്താണ് ബാങ്ക്? അത് മുസ്ലിമായി ജീവിക്കുന്നവർക്ക് നമസ്കാരത്തിലേക്ക് വരാനുള്ള ആഹ്വാനം, അതാ ബാങ്ക്. അല്ലാതെ മുസ്ലിം എടാ വാളെടുക്ക്, ഭാസ്കരനത കുത്തിരിക്കുന്ന കഴുത്തട് വെട്ടിവിടടാ എന്നല്ല ബാങ്കിന്റെ അർത്ഥം. അല്ല 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 ഞാൻ എങ്ങനെ പച്ചക്ക് സംസാരിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിലുള്ള ചിന്തകളാണ്. ബാങ്ക് എന്തോ കുഴപ്പമാണ്, പള്ളി എന്തോ കുഴപ്പമാണ്, ആരാധനാലയം എന്തോ കുഴപ്പമാണ്. ഒന്നില്ല. ക്ഷേത്രത്തിൽ നായക്ക് 40 വട്ടം പറയുന്ന വാക്കെന്താ? ഓം ശാന്തി ശാന്തി അല്ലേ? അതല്ലേ? ത്വമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം അല്ലേ? തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. 18-ാം അധ്യായം ഭഗവത്ഗീതയിലെ 62-ാമത്തെ സൂക്തമാണ്. അപ്പൊ ശാശ്വതമായ ശാന്തിയുടെ കേന്ദ്രങ്ങളാണ് ക്ഷേത്രം. അതാവണം. അവിടെ പിച്ചാത്തിയും കൈക്കോട്ടും വാളും പിച്ചാത്തിയും മറ്റോനെ കൊല്ലാനും മുളക് പൊടിയും ഒക്കെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഓന് ഹിന്ദു അല്ല, ഓൻ തീവ്രവാദിയാണ്. ഓനെ ഹിന്ദുന്നോ മുസ്ലിംന്നോ അല്ല വിളിക്കേണ്ടത്, ഓലെല്ലാം തീവ്രവാദി. മുസ്ലിമിന് തീവ്രവാദിയാൻ കഴിയില്ല, ഹിന്ദുവിന് തീവ്രവാദിയാൻ കഴിയും, ഒരു ബുദ്ധന് തീവ്രവാദിയാൻ കഴിയും. ഒരു പ്രാണി പോലും മൂക്ക് പറന്നു പോകുന്ന പാപാന്ന് വിശ്വസിക്കുന്നവർക്ക്, അഹിംസാവാദികൾക്ക് മാംസം കഴിക്കൽ പാപാണ്, സസ്യേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവർക്ക് മുസ്ലിമിന്റെ കഴുത്ത് ഇങ്ങനെ അരിഞ്ഞിട്ട് അവിടെ പിന്നെ ഫ്രൈ അടിക്കാൻ പാടുണ്ടോ ഗുജറാത്തില്? ഇല്ല ഇല്ലാന്ന്. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന് വിളിച്ചു പറഞ്ഞ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ മതമില്ലാത്തവരുടെയോ തലയറിയാൻ ഹിന്ദുക്കൾ തയ്യാറല്ല. അത് ഹിന്ദുയിസം അല്ല, അത് ഫാസിസമാണ്. അത് ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും തീവ്രവാദികളുടെയും ലൈനാണ്, അത് മതത്തിന്റെ ലൈനല്ല. എന്നെ ആലോചിച്ചേ, പള്ളിയിൽ ഒരു കച്ചറ ഉണ്ടാക്കിയാൽ 1, 2, 3, 4 ആളുണ്ടാവും അല്ലെ, 10 കുടികൊളി. ബാക്കി ആ നാട്ടിൽ ജീവിച്ച ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അതിനെതിരാണ്. അവിടെ ഞാനൊരു പോയിന്റ് പറയാം, ഒരു ഫോർമുല പറയാം. 10 or 15 ഹിന്ദുക്കൾ ചെയ്താൽ ബാക്കിയുള്ള മുഴുവൻ ഹിന്ദുക്കൾക്ക് ഒന്നിച്ച് പള്ളിയിൽ വന്നിട്ട് പറയാൻ കഴിയോ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഹിന്ദു നാമധാരികളായ ഫാസിസ്റ്റുകളും തീവ്രവാദികളും ചെയ്തത് തോന്നിയസാണ്, ഞങ്ങൾ അതിനെ എതിർക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അന്നാ നീതി ഉണ്ടാകുക.
ഇനി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനോ പാർട്ടി ഓഫീസിനെതിരെ മുസ്ലിം നാമധാരികൾ ചെയ്താൽ ആ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് ഹിന്ദു ക്ഷേത്രത്തിൽ കയറി ചെന്ന് കമ്മിറ്റിക്കാരോട് അവർ ചെയ്ത നരനായാട്ടിനും തോന്നിയാസത്തിനും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, നമുക്കൊന്നിച്ച് പ്രതിഷേധിക്കാമെന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായോ? അതല്ലേ നീതി? വിശുദ്ധ ഖുർആനാ പറയുന്നത്. ഖുർആനിലെ 4-ാം അധ്യായം 135-ാമത്തെ വചനം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? സ്വന്തം ബാപ്പ നീതിക്കെതിരാണെങ്കിലും ആ ബാപ്പാക്കെതിരായി നീതിയിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു പറയൻ. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. കൂനൂ ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. നീതിക്ക് വേണ്ടി നിലകൊള്ളണം. മുഹമ്മദ് നബി, നിങ്ങൾ നോക്ക്, ആ ലോകാചാര്യനെ നിങ്ങൾ എത്ര തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ മുഹമ്മദ് നബീനെ പഠിച്ചിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു. കേട്ടോളൂ, 2 പ്രശ്നങ്ങൾ ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു. ഒന്ന്, ഒരു ഉന്നത കുലജാതയായ സ്ത്രീ മോഷ്ടിച്ചു. ഉന്നത കുലജാതയായ ഒരു സ്ത്രീ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച സ്ത്രീയെ നബിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവരൊരു ഉന്നത കുലജാതയാണ്. അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു, വലിയൊരു തറവാടല്ലേ, മോശല്ലേ അവളെ കൈ വെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ തറവാട്ടുകാർക്ക് മോശല്ലേ, നമുക്കാവുമ്പോ നമ്മളെന്താ ശരിയല്ലേ, അതൊരു ന്യായമായ ചിന്തയല്ലേ, നല്ലൊരു തറവാട്ടിലെ ഒരു പെണ്ണ് സാരല്ലേ പോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവെട്ടണമെന്ന് ഓർഡർ പുറപ്പെടുവിച്ചു. ഉന്നത കുലജാതിയായാലും വേണ്ടിയില്ല, താഴേക്കാരിയായാലും വേണ്ടിയില്ല, വെട്ടണം, ആ കൈവിടണ്ടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനം കേട്ട് ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമ കയറിയിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, ഒരു ഉന്നത കുലജാതയായ ഒരു സ്ത്രീയല്ലേ, പോട്ടെ എന്ന് വെച്ചുകൂടെ, വിട്ടുവീഴ്ച ചെയ്തുകൂടെ? റസൂലുള്ളാഹി ഓടി മിമ്പറിൽ കയറി എന്നിട്ട് ചോദിച്ചു, യാ ഉസാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നീതി നടത്താനാണ്. ലോകത്ത് പണക്കാരനെയും പണിക്കാരനെയും നോക്കാതെ, മകളോ ഉമ്മയോ ബാപ്പയോ കുടുംബക്കാരോ എന്ന് നോക്കാതെ നീതി നടപ്പാക്കാനാണ് എന്റെ റബ്ബ് എന്നെ നിയോഗിച്ചത്. ഉസാമ, പൂർവകാലത്തെ സമൂഹം നശിച്ചു പോയത് അവരിലെ ഉന്നതന്മാർ തെറ്റ് ചെയ്താൽ അവർ വെറുതെ വിടുകയും താഴ്ജാതിക്കാർ തെറ്റ് ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഉസാമ. മുഹമ്മദ് എന്ന പ്രവാചകൻ അതിനൊരിക്കലും തയ്യാറല്ല. ഉസാമ, എന്റെ സ്വന്തം മകൾ, എന്റെ കരളിന്റെ കരൾ, എന്റെ ജീവന്റെ ജീവൻ, അവളെ വിവാഹം കഴിച്ച് ഭാര്യയായിട്ട് പോലും ഞാൻ അവളെ ചുംബിച്ചിട്ടുണ്ട്. അവൾ എന്റെ പ്രിയപ്പെട്ട മോള, എന്റെ കരളിന്റെ കരള, എന്റെ ഫാത്തിമയാണ് കെട്ടതെങ്കിലും വിടില്ല ഞാൻ. അവളുടെ കൈമുറിച്ച് ലോകത്ത് നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയെ നിങ്ങൾ പഠിക്കണം. ആ വിശ്വാചാര്യനെ നിങ്ങൾ പഠിക്കണം. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു സംഭവം ഉണ്ടായി. എല്ലാവരും കേട്ടോളി. കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെയുള്ള സകല ആളുകൾ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ശരിക്കും പഠിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് നിർമ്മിച്ച മസ്ജിദുൻ നബവി, ഇവിടുത്തെ മുസ്ലിങ്ങളോട്, ചെറുപ്പക്കാരോട്, വികാരം കൊള്ളുന്നവരോട്, ബദറും മുഖ്ദും ഖന്തക്കും ഹുനൈനും ഖാദിസിയും ഖൈബറും മൗതയും പറഞ്ഞ് വികാര ജീവികളെ സൃഷ്ടിച്ചവരോട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇസ്ലാം? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇസ്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഹറമുകളിൽ ഒന്ന് മസ്ജിദുൻ നബവിയിൽ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മൂത്രയിച്ചു. എല്ലാരും പഠിച്ചോളൂ, മൂത്രയിച്ചു. സ്വഹാബത്ത് കോപാകുലരായി. ഒരു നേതാവിന്റെ മേന്മ പഠിക്കാനാട്ടോ അത് പറയും. നേതാവിന്റെ മേന്മ അത് പറയുമ്പോൾ നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. മുഹമ്മദ് നബി എന്ന നേതാവ് അനുയായികൾ ചൂടായി പള്ളിയിൽ മൂത്രയിച്ചപ്പോ സ്വാഭാവികമാണ്, ഒരു ആരാധനാലയത്തിൽ മറ്റൊരുത്തം മൂത്രയിച്ച അനുയായികൾ ചൂടാവും. അത് നമ്മൾ വകച്ചു കൊടുക്കണം. പക്ഷേ ആ ചൂടിനെ നിയന്ത്രിച്ച പ്രവാചകൻ എന്ന നേതാവിനെ നിങ്ങൾ അറിയോ? ലോകം അറിഞ്ഞോളി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞോളി. നബി പറഞ്ഞു, അരുത്, അയാൾ പള്ളിയിൽ മൂത്രയിച്ച് ഫിനിഷ് ആക്കട്ടെ. റസൂൽ ചോദിച്ചു, കഴിഞ്ഞോ? നല്ല സുഗന്ധല്ലേ? ഓ, സമാധാനായോ? ഫിനിഷ് അല്ലേ? ഇനി ബാക്കിയൊന്നുമില്ലല്ലോ. ഓക്കെ, നോക്കണേ നോക്കണേ, 2 നിലക്കുള്ള ട്രീറ്റ്മെന്റ് ഒന്ന് നോക്കണേ. നേരെ മറിച്ച് ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം. മൂത്രം കൊയിച്ച് റാഹത്തായി കഴിഞ്ഞപ്പോൾ റസൂൽ അവന്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈയിട്ടിട്ട് പിടിച്ചു, വാ, ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ചിരിച്ചു ചോദിച്ചു, അല്ല, എന്ത് പണിയാ ചെയ്തത്?
നിനക്കറിയില്ലേ ഇതൊരു ആരാധനാലയമാണ്. അള്ളാഹുവിനെ ആരാധിക്കാനും അവന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യാനും അവനെ സ്തുതിക്കാനും ഒക്കെയുള്ള പരിശുദ്ധമായ ഒരു ഭവനല്ലേ ഇത്. ഇവിടെ നീ മൂത്രമൊഴിച്ചാൽ അവർക്ക് ചൂടാവൂലേ? നീ ചെയ്തത് ശരിയാണോ? നീ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊരൊറ്റ ചോദ്യം എനിക്ക് കേട്ടോളി. എന്താകണം നേതാവ്? എല്ലാരും കേട്ടോളി. രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലേ? കേട്ടോളി, പഠിച്ചോളി, നന്നായിക്കോളി. നാട് നന്നാവും, ക്ഷമിക്കണേ, നാട് നന്നാവും. എല്ലാരെയും മൊത്തത്തിലാ പറയുന്നത്. ഞങ്ങളെ പറഞ്ഞ് ഓലെ പറഞ്ഞ് അറിയണ്ട. തെറ്റുകാരൻ മുഴുവൻ, അത് മുജാഹിദാണെങ്കിൽ മുജാഹിദ്, സുന്നിയാണേ സുന്നി. ഇന്റെ പിതാവില്ലേ അബൂബക്കർ, അബൂബക്കർ ആണെങ്കിൽ അബൂബക്കറിനെതിരെ. മനസ്സിലായോ? മനസ്സിലായോ? ഉമ്മയാണെങ്കിൽ ഉമ്മാക്കെതിരെ ന്യായവും നീതിയും നോക്കി നിൽക്കാൻ കഴിയുന്ന ഏത് നട്ടല്ലുണ്ടോ ആ നട്ടല് അള്ളാഹ് നിലനിർത്തും. നിലനിർത്തിയിട്ടുണ്ട്. നിലനിർത്തിയതിനും പാടും ചരിത്രമുണ്ട്.